അതിശയം. ഞാനിപ്പോ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോ ആൾക്കാർ ഇന്നെ കണ്ട് ഭയങ്കര ചിരി. എന്താടാ കാരണം? ഇന്നലെ ബാപ്പ തെങ്ങിന്റെ മോളിൽ കയറിയപ്പോ ഞാൻ താഴെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടിട്ടു. പടച്ചോനെ, അതെല്ലാവരും കണ്ടു കാണും. എന്നാലും ഇങ്ങക്ക് കിട്ടിയ ഒരു ലൈക്ക് എന്താണ് എന്റെ മൊബൈലിൽ ഒരു ശബ്ദം കേൾക്കണത്? ഒന്ന് നോക്ക്. കൊള്ളാല. ബാപ്പയ്ക്ക് ഉമ്മയും അപ്പുറത്തെ വീട്ടിലെ സുമതിയും ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിരിക്കുന്നു. ആണോ? സുമതി അക്സെപ്റ്റ് ചെയ്തിട്ട് എന്റെ ഉമ്മാനെ റിജക്ട് ചെയ്യും. അവളറിയണ്ട. ഇതെന്താണ് ബാപ്പ ഇത്? നിങ്ങൾ 35,000 രൂപയുടെ മൊബൈല് വാങ്ങിച്ചിരിക്കണം. അതെ. ഈ കാശ് കൊണ്ടൊരു കറക്കട പശുവിനെ വാങ്ങിച്ചിരുന്നെങ്കിൽ എന്തോരം പ്രയോജനം ഉണ്ടായിരുന്നു ബാപ്പ. ഇവിടെ 35,000 രൂപ മുടക്കി ഞാനൊരു പശുവിനെ വാങ്ങിയാലേ ഈ പശുവിന്റെ ഏത് വഴിയാണ് ഞാൻ വാട്സപ്പിൽ കയറുന്നത്? ഇവിടെ പശുവിന്റെ ഏത് വഴിയാണ് ഞാൻ ഫേസ്ബുക്കിൽ കയറുന്നത്? അതും പോട്ടെ, ഈ പശുവിന്റെ എവിടെ കൂടെയാണ് ഞാൻ ചാറ്റ് ചെയ്യേണ്ടത്? ഇതൊന്ന് പറഞ്ഞതാ. പിന്നെ എന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കെ. രാത്രി 2 മണിക്ക് ശേഷമുള്ള എന്റെ ചാറ്റിംഗ് അത്ര നന്നല്ല. അത് ബാപ്പ എങ്ങനെ അറിഞ്ഞു? അനക്കൊരു TK സിസിലിനെ അറിയോ? അറിയാം ബാപ്പ. അത് എന്റെ ഫേക്ക് അക്കൗണ്ടാണ്. അതിലോട്ട് ഈ ഒരു പടയച്ചില്ലേ, അത് കണ്ടപ്പോഴാണ് ഈ ബാപ്പാക്ക് മനസ്സിലായത് നീ ഒരുപാട് അങ്ങ് വളർന്നു പോയി മൊയ്തീനെ. അപ്പൊ ഞാൻ കൊടുത്ത കിസ്സുകള് ഒന്നും മിസ്സായില്ല. എല്ലാം ഈ ബാപ്പാക്ക് എന്നെ കിട്ടി. പിന്നെ മൊയ്തീനെ പണ്ടത്തെ പെമ്പിള്ളാരെ പോലെ അല്ല ഇപ്പോഴത്തത്. വളരെ സൂക്ഷിക്കണേ. അതെന്താ ബാപ്പ? പണ്ടത്തെ പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പ്രേമിച്ചു കഴിഞ്ഞാൽ വയറ്റിലാകൂ എന്നൊരു പേടിയാണ്. പക്ഷെ ഇപ്പോഴത്തെ പെമ്പിള്ളാരെന്ന് പറഞ്ഞാൽ അതൊക്കെ വൈറലാകൂ എന്നുള്ള പേടി. ഞാൻ സൂക്ഷിച്ചോളാം ബാപ്പ. ഞാൻ പോട്ടെ. നിക്ക്. എന്താണ് ബാപ്പ? കാഞ്ചനലയുമായിട്ട് അനക്കെന്താടാ ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ബാപ്പ. ഞങ്ങളിങ്ങനെ തിയറി ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ. എന്റെ തിയറി ഞാൻ കേട്ടത് നീ പ്രാക്ടിക്കലും തുടങ്ങിയെന്നാ. കാഞ്ചനലയിലെ നിക്കാഹ് കഴിച്ചാൽ ഞാൻ സമ്മതിക്കൂല. ബാപ്പ, ഇരവിഴിഞ്ഞി പുഴ. ഇരവിഴുങ്ങ നീ ആരടാ മലമ്പാമ്പ? എടാ ഇരവിഴിഞ്ഞി പുഴ. ആ പുഴ എന്നടാ പരച്ചവനെ പോയാ ബാപ്പ. ഇരവഴിഞ്ഞ പുഴ ബിലോങ്സ് ടു അറേബ്യൻ സീ. കാഞ്ചനലൈല ബിലോങ്സ് ടു മീ. മൊയ്തീനെ, നീ എന്തൊക്കെ ആശം മനസ്സിൽ വച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ. നോ ഗ്രാസ് വിൽ വാക്ക് ഹിയർ. എന്ന് വെച്ചാ ഇവിടെ ഒരു പുള്ളി നടക്കില്ലാന്ന്. ഇനി നീ കാഞ്ചനലൈലയുടെ പുറകെ നടന്നു കഴിഞ്ഞാൽ എന്റെ മൊബൈലിൽ കിടക്കുന്ന അവളുടെ ഫോട്ടോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും. ബാപ്പ ഡിലീറ്റ് ചെയ്താ ഞാൻ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്യും. എന്നാ എന്റെ ഗൂഗിളിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കും. നമുക്ക് പിന്നെ നീ യൂട്യൂബിലൂടെ മൂത്രമൊഴിക്കേണ്ടി വരും. ലൈല, ബാപ്പ പോയി. ഈ മാവിന്റെ മണ്ടേന്ന് ഇറങ്ങി വാ. Kanjana, our marriage big problem. But why? എന്തുകൊണ്ട്? In my house, no bathroom, only 2 കാട്ടാടിക്കട with second cleaning tarpal. No ശൗചാലയ, only വെളിപ്രദേശം. Daddy and me. 2 countries. Correct. മൊയ്തീനെ കല്യാണം കഴിക്കാൻ വേണ്ടി മൊയ്തീന്റെ ബാത്റൂം കെട്ടുന്നത് വരെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കും ഈ കാഞ്ചനലൈല തയ്യാറാണ്. എത്ര കാലം കാത്തിരിക്കും?